ഹായ്, ഡ്രീം ഹോം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എന്താണെന്നല്ലേ, അരിനുറുക്ക് നമ്മൾ അധികം ആളും വീട്ടിൽ നിന്ന് ഉണ്ടാക്കലില്ല, കൂടുതൽ കടകളിൽ നിന്നൊക്കെ ആയിരിക്കും മേടിക്കാറല്ലേ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അരിനുറുക്ക് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ നമുക്ക് ഈ അരിനുറുക്കിൽ വേണ്ടൂ. ഇതിൻ്റെ എല്ലാം ഇത് ആക്കിയെടുക്കുന്ന വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അരിനുറുക്ക് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നുറുക്കാക്കാൻ വേണ്ടി ആദ്യമായിട്ട് അരക്കപ്പ് ഉഴുന്നെടുത്തു. അരിപ്പൊടിയും ഉഴുന്നുമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം ആ ഉഴുന്ന് നന്നായിട്ട് കഴുകി അതിലേക്ക് ഞാൻ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്ക് അന്നേരം തന്നെ അതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നത് ഒരു ബ്രൗൺ കളർ, ഏകദേശം ഒരു ബ്രൗൺ കളറാണ്, നല്ലോണം ആവണ്ട, നല്ലൊരു ബ്രൗൺ കളർ, ചെറിയ ഒരു കളർ മാറ്റം വരുമ്പം നമുക്ക് തീ ഓഫാക്കണം. അതുവരെ നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. വറുത്തിട്ട് മിക്സിയിൽ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം. നൈസായിട്ട് പൊടിയാവണം. ഈ ഒരു കളറാവണം, ഈ ഒരു ബ്രൗൺ കളറായിട്ടാകുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മളെ ഉഴുന്നൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പത്തിനൊക്കെ നമ്മൾ ആക്കുന്നില്ലേ, അതുപോലെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 2.5 കപ്പ് അരിപ്പൊടിയാണ്. 2.5 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് ഉഴുന്ന് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം മുളക് പൊടി ഒരു കളറിനും കൂടി വേണ്ടിയിട്ടാണ്, കളറും ചെറിയ എരിവും. പിന്നെ വേണ്ടത് ജീരകമാണ്. കുഞ്ഞു ജീരകമില്ലേ, അതാണ് വേണ്ടത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിടാൻ പറ്റി അങ്ങനെ നല്ലത്, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്മിയിട്ടാണെങ്കിലും ഇട്ടാൽ മതി. അപ്പോൾ ചെറുജീരകം ഇട്ടു. പിന്നെ വേണ്ടത് കായപ്പൊടിയും ഒരു ലേശം ഇട്ട് കൊടുത്തു. അഥവാ കായത്തിൻ്റെ കഷ്ണമാണെങ്കിൽ അതൊന്ന് നമ്മൾ ഉഴുന്ന് മിക്സിയിൽ പൊടിക്കുന്നത് കൂട്ടത്തിൽ പൊടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ പൊടിയുള്ളത് കൊണ്ട് പൊടി ചേർത്തു. പിന്നെ വേണ്ടത് എള്ളാണ്. എള്ള് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഇട്ട് കൊടുക്കാം. നല്ലോണം എള്ള് ഇഷ്ടമുള്ളവർക്ക് നല്ലോണം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം എള്ളും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂണോ 1 ടീസ്പൂണോ ആയാലും കുഴപ്പമില്ല. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. പിന്നെ പൊടിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ആയാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് പൊടിയൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ആ ചൂടുവെള്ളം ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ നല്ല നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴക്കലില്ലേ ചൂടുവെള്ളത്തിൽ, അതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. ഇടിയപ്പത്തിൻ്റെ അതേ പാകത്തിൽ തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുകയും ചെയ്യുന്നത്. അധികം ലൂസാകാതെ, എന്നാൽ തീരെ ഭയങ്കര കട്ടിയാവാത്ത രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കണം. കണ്ട ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇത് കുഴച്ചപാടെ തന്നെ നമുക്ക് പരത്തുകയും ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇടിയപ്പത്തിൻ്റെ പാത്രമില്ലേ, നമ്മൾ ഇടിയപ്പമാക്കുന്ന ഈ ഒരു ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ ഇതേപോലെ ഒരു സ്റ്റാറിൻ്റെ അച്ചുണ്ടാവും. ആ അച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സാധാരണ നമ്മൾ ഇടിയപ്പത്തിന് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അതിലേക്ക് മാവിട്ട് കൊടുക്കണം.
ഏകദേശം നുറുക്ക് റൗണ്ടിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഓയിൽ ചൂടാകാൻ വെക്കണം. ഒരു പരന്ന പാത്രത്തിൽ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ നുറുക്ക് റെഡിയായി എന്നറിയാൻ എളുപ്പമാണ് കേട്ടോ. മറ്റ് ഇതുപോലെയല്ല. ഈ നുറുക്ക് നന്നായിട്ട് മൂത്തിട്ട് കണക്കിന് വേവായി കഴിയുമ്പം, നല്ല ക്രിസ്പി ആയി കഴിയുമ്പം, ഈ നന്നായിട്ട് ഇപ്പം എണ്ണ നല്ലോണം തിളയ്ക്കുന്നില്ലേ, ആ എണ്ണ തിളയങ്ങ് നിൽക്കും. ശരിക്കും നമുക്ക് കണ്ടു കഴിയുമ്പോൾ അയ്യോ എണ്ണ ചൂടാകാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും. ആ ഒരു രീതിയിൽ വരുമ്പോഴാണ് ശരിക്കും നമ്മളിത് എടുക്കേണ്ടത്. അത് അന്നേരം എടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകും. ആ ഒരു ശരിക്കും ഇപ്പം കണ്ടോ, അതിനകത്ത് ചുറ്റിനുള്ള ആ തിളയുണ്ടല്ലോ, ആ തിള അങ്ങ് നിൽക്കും. ആ തിള നിന്ന് കഴിയുമ്പം അതിൻ്റെ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നുറുക്കിൻ്റെ രണ്ട് സൈഡും നല്ലോണം മൊരിയാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. അതിന് ശേഷം ഇത് നന്നായിട്ട് റെഡി ആയി കഴിയുമ്പം ആ എണ്ണയുടെ തിളയങ്ങ് നിന്ന് കഴിയുമ്പം അതിൽ നിന്ന് കോരിയെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നുറുക്ക് റെഡിയായോ എന്നറിയാൻ എളുപ്പമെന്ന് പറഞ്ഞത്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് നുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ എണ്ണയുടെ ആ തിളയെല്ലാം അങ്ങ് നിന്നു. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. നല്ല നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നുറുക്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നുറുക്കിനെക്കാട്ടും നല്ല ടേസ്റ്റാട്ടോ നമ്മൾ വീട്ടിലാക്കുന്നത്. അപ്പോൾ അരിനുറുക്ക് ഇഷ്ടമുള്ളവരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് എടുത്തു, രണ്ടാമത്തത് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ അരിനുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.